പുതിയതായി കല്യാണം കഴിഞ്ഞ ഹീറോയിൻ ഭർത്താവിന്റെ വീട്ടിലേക്ക് വരുന്നു. പക്ഷെ ആ വീട്ടിലെ ഒരു റൂമിലേക്ക് കയറാൻ ഭർത്താവ് സമ്മതിക്കില്ലായിരുന്നു. പക്ഷെ ഒരിക്കൽ ഭർത്താവില്ലാത്ത ടൈമിൽ ഹീറോയിൻ ആ റൂമിലേക്ക് കയറും. ആ റൂമിൽ കണ്ട കാഴ്ച ഹീറോയിനെ ഷോക്കാക്കിയിരുന്നു. പിന്നീട് എന്തായിരിക്കും നടന്നിട്ടുണ്ടാകുക? പറഞ്ഞു വരുന്നത് 2018 ഇറങ്ങിയിട്ടുള്ള എലിസബത്ത് ഹാർവസ്റ്റ് എന്ന മൂവിയെ പറ്റിയാണ്. അപ്പം നമുക്ക് ടൈം കളയാതെ നേരെ വീഡിയോയിലേക്ക് പോകാം. മൂവി തുടങ്ങുമ്പോൾ തന്നെ നമ്മളെ കാണിക്കുന്നത് പടത്തിലെ ഹീറോ ആയിട്ടുള്ള ഹെൻറിയാണ്. അതോടൊപ്പം തന്നെ ഹീറോയിനായിട്ടുള്ള എലിസബത്തിനെയും കാണിക്കും. അങ്ങനെ ഇവരുടെ രണ്ടുപേരുടെയും കല്യാണം പുതിയതായി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. എലിസബത്ത് വീട്ടിലേക്ക് വരുമ്പം അവൾക്ക് ആ വീടും ആളുകളും എല്ലാം പുതിയതായി തോന്നും. അവിടെ ഹെൻറിയുടെ ആദ്യ ഭാര്യയുടെ മകനായിട്ടുള്ള ഒലിവർ ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ഹെൻറിയെ നോക്കാൻ വേണ്ടിയുള്ള ഒരു ഡോക്ടറും ഉണ്ടായിരുന്നു. ഹെൻറിയുടെ മകനായിട്ടുള്ള ഒലിവർ കണ്ണു കാണാത്തൊരു പയ്യനാണ്. അങ്ങനെ കല്യാണമൊക്കെ കഴിഞ്ഞ് അന്ന് രാത്രിയും കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെ ആകുമ്പം ഹെൻറി അവിടെയുള്ള റൂമുകളെല്ലാം ഹീറോയിന് കാണിച്ചു കൊടുക്കും. പക്ഷേ എല്ലാ റൂമും കാണിക്കുന്നുണ്ടെങ്കിലും അതിലൊരു റൂം മാത്രം ഹെൻറി ഹീറോയിനെ കാണിച്ചു കൊടുക്കില്ല. ഹീറോയിൻ ചോദിക്കും ഇതിനകത്ത് എന്താണെന്ന്. ഹെൻറി പറയും അത് മാത്രം നീ ചോദിക്കല്ലേ, ഇതെൻ്റെ സീക്രട്ട് റൂമാണ്, ഇവിടെയാണ് ഞാൻ വർക്ക് ചെയ്യുന്നതെന്ന്. പിന്നീട് ഹീറോയിൻ ആ റൂമിനെ പറ്റി അന്വേഷിക്കാനും പോകില്ല. പക്ഷേ ഹീറോയിൻ്റെ മൈൻഡ് മുഴുവൻ ആ റൂമായിരുന്നു. ഹെൻറി ഇവൾക്ക് ഒരുപാട് ഗിഫ്റ്റും ഉടുപ്പും ഒക്കെ കൊടുക്കും. പക്ഷേ ആ ഒരു ടൈമിലെല്ലാം ഹീറോയിൻ്റെ മൈൻഡിൽ ആ റൂമായിരുന്നു. അങ്ങനെ ഹെൻറി വീട്ടിലില്ലാത്ത ടൈമിൽ ഹീറോയിൻ രണ്ടും കൽപ്പിച്ച് ആ റൂമിലേക്ക് പോയി തുറന്നു നോക്കും. അകത്ത് ചെല്ലുമ്പോഴോ അവിടെ കുറേ എക്യുപ്മെൻറ്റ്സും ചേംബറും ഒക്കെ ഉണ്ടായിരുന്നു. അവിടെ ഒരു ചേംബർ തുറന്നു നോക്കുമ്പോഴാണ് ഹീറോയിൻ ഷോക്കായി പോകുന്നത്. കാരണം ഹീറോയിൻ്റെ അതേ ഷേപ്പുള്ളൊരു ബോഡി ആ ചേംബറിനുള്ളിലുണ്ടായിരുന്നു. ഇത് കണ്ട ഹീറോയിൻ വളരെ പേടിയോടെ അവിടെ നിന്ന് ഇറങ്ങിപ്പോവുകയും ചെയ്യും. പിന്നീട് ഹെൻറി വീട്ടിലേക്ക് വന്നിട്ടുണ്ടെങ്കിലും ഹീറോയിൻ ചേംബർ തുറന്ന കാര്യവും ആ റൂമിൽ പോയ കാര്യവും ഒന്നും ഹെൻറിയോട് പറയില്ല. അന്ന് രാത്രി രണ്ടുപേരും ഉറങ്ങിക്കിടക്കുന്ന ടൈമിൽ ഹെൻറി അവിടെ നിന്ന് എഴുന്നേറ്റ് പോകും. പക്ഷേ ഹീറോയിനും ഉറങ്ങിയിട്ടില്ലായിരുന്നു. ഹെൻറി പോയ പുറകെ ഹീറോയിൻ ഫോളോ ചെയ്തു പോകും. ഹീറോയിൻ വരുന്നത് ഹെൻറി കാണും. ഇത് കണ്ട ഹെൻറി ഹീറോയിനോട് ചോദിക്കും നീ ആ റൂമിൽ കയറിയല്ലേ എന്ന്. ഹീറോയിൻ പറയും എൻ്റെ അതേ ഷേപ്പുള്ളൊരു ബോഡി അകത്തുണ്ടായിരുന്നു, ഇതൊക്കെ വെച്ച് നിങ്ങൾ എന്താ ചെയ്യുന്നതെന്ന്. പക്ഷേ ഇതൊക്കെ കേട്ട ഹെൻറി മറുപടി ഒന്നും കൊടുക്കാതെ ഹീറോയിനെ അവിടെ വെച്ച് അടിച്ച് കൊലപ്പെടുത്തും. അങ്ങനെ ഹീറോയിനെ കൊലപ്പെടുത്തിയ കാര്യം ഹെൻറി ഡോക്ടറിനോടും ഒലിവറിനോടും ഒക്കെ പറയും. അങ്ങനെ മൂന്നുപേരും ചേർന്ന് ഹീറോയിനെ കുഴിച്ചിടുകയും ചെയ്യും. എല്ലാം കഴിയുമ്പം ഡോക്ടർ ഹെൻറിയോട് പറയും നീ ഇനി ഇതുപോലെ കാണിക്കല്ലേ, കാരണം ഇനി ഇങ്ങനെ കാണിച്ചാൽ പോലീസിൻ്റെ പിടിയിൽ നമ്മളാകുമെന്ന്. ഇത് കേട്ട ഹെൻറി പറയും എൻ്റെ ലൈഫിൻ്റെ ഫീൽ എന്താണെന്ന് അറിയുവോളം ഞാൻ ഇങ്ങനെ തന്നെ ചെയ്തുകൊണ്ടിരിക്കുമെന്ന്. ഇവരെന്താണ് പറയുന്നത്, എന്താണ് നടക്കുന്നതെന്നൊന്നും നമുക്ക് പിടികിട്ടില്ല. അങ്ങനെ മൂന്നുപേരും ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് അങ്ങോട്ടേക്കൊരു ഡിക്റ്റേറ്റീവ് വരുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹീറോയിൻ കുറേ നാളുകൾക്ക് മുമ്പ് ആ ഡിക്റ്റേറ്റീവിന് ഒരു കംപ്ലൈൻറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഹെൻറി എന്തോ ടോർച്ചർ ചെയ്യുകയാണെന്നോ അങ്ങനെ എന്തോ ആയിരുന്നു കംപ്ലൈൻറ്റ്. അതുകൊണ്ട് തന്നെ ഡിക്റ്റേറ്റീവ് ഇടയ്ക്കിടയ്ക്ക് വന്ന് ഇവിടെ ചെക്ക് ചെയ്തിട്ട് പോവുകയും ചെയ്യും. ഡിക്റ്റേറ്റീവ് ഹീറോയിൻ എവിടെയെന്ന് ഹെൻറിയോട് ചോദിക്കും. ഇത് കേട്ട ഹെൻറി അവൾ മുകളിൽ കുളിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറയും. അവിടെ നിന്ന് കട്ട് ചെയ്താൽ നമ്മളെ കാണിക്കുന്നത് 6 ആഴ്ചകൾ കഴിഞ്ഞുള്ളതാണ്. വീണ്ടും ഹെൻറിക്കും ഹീറോയിനും കല്യാണം കഴിയുന്നതായിട്ട് നമ്മളെ കാണിക്കും. ശരിക്കും പറഞ്ഞാൽ ഇവിടെ എന്താ നടക്കുന്നതെന്ന് നമുക്കൊന്നും പിടികിട്ടില്ല. മുമ്പ് പറഞ്ഞതുപോലെ ക്ലൈമാക്സിൽ ഞാൻ എല്ലാ കഥയും പറയാം. അങ്ങനെ ഇവിടെ കല്യാണമൊക്കെ കഴിഞ്ഞ് മുമ്പ് നടന്നതുപോലെയൊക്കെ നടക്കും. ഡോക്ടറിനെയും ഒലിവറിനെയും കാണും. രാത്രിയും രാവിലെയും ഒക്കെ കഴിഞ്ഞു പോയി ഹെൻറി അവളെ റൂമുകളും കാണിച്ചു കൊടുക്കും. അങ്ങനെ ഇപ്രാവശ്യവും ആ റൂമിൻ്റെ ഉള്ളിൽ എന്താണെന്ന് ഹെൻറി അവൾക്ക് പറഞ്ഞു കൊടുക്കും. വീണ്ടും ഹീറോയിന് ആ റൂമിൽ എന്താണെന്ന് അറിയാൻ ആകാംക്ഷയായി തുടങ്ങും. അങ്ങനെ ഹീറോയിൻ വീണ്ടും ആ റൂമിലേക്ക് കയറിപ്പോവും. ചേംബറും ഓപ്പൺ ചെയ്യും. ഇത് കണ്ട് ഷോക്കായ ഹീറോയിൻ ഇപ്രാവശ്യം പേടിച്ചോടും. പക്ഷെ അവിടെയുള്ള റൂം മുഴുവൻ ലോക്കായിരുന്നു. ആ ടൈമിൽ ആ ബോഡി എഴുന്നേക്കുന്നതായിട്ടും ഹീറോയിൻ കാണും. പെട്ടെന്നാണ് ഹീറോയിൻ കണ്ണ് തുറക്കുന്നത്. കാരണം ഇതെല്ലാം ഹീറോയിൻ്റെ ഡ്രീം ആയിരുന്നു. പക്ഷേ ഹീറോയിൻ്റെ മുഖത്തെ ടെൻഷൻ കണ്ട ഹെൻറിക്ക് ഡൗട്ട് അടിക്കും. ഹെൻറി അവളോട് ചോദിക്കും നീ ആ റൂമിൽ പോയല്ലേ എന്ന്. പക്ഷേ ഹീറോയിൻ ഇല്ലെന്ന് പറയും. കാരണം ഇതെല്ലാം ഹീറോയിൻ്റെ ഡ്രീം ആണല്ലോ. പക്ഷേ ഡൗട്ട് അടിച്ച ഹെൻറി അവളെ ആക്രമിക്കാനായി തുടങ്ങും. ഹീറോയിനുമായി അവിടെ വലിയൊരു അടി നടക്കും. ആ ടൈമിൽ ഹീറോയിൻ ഒരു കത്തിയെടുത്ത് ഹെൻറിയെ കുത്തും. അവിടെ തന്നെ ഹെൻറി മരണപ്പെടുകയും ചെയ്യും. ഇത് കണ്ട ഹീറോയിൻ പേടിയോടെ ഹെൻറിയുടെ ഫോൺ എടുത്ത് 911 വിളിക്കും. കാര്യങ്ങളെല്ലാം പറയും. പക്ഷേ ഹീറോയിന് ഇവിടുത്തെ അഡ്രസ്സ് അറിയില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അവൾക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ലായിരുന്നു. അവൾ അവിടെയുള്ള ബ്ലഡും കാര്യങ്ങളുമെല്ലാം തൂത്തുകളയും. ആ ടൈമിലാണ് അങ്ങോട്ടേക്ക് ഒലിവറും ഡോക്ടറും വരുന്നത്. ഹീറോയിനെ കണ്ട ഡോക്ടർക്ക് പെട്ടെന്ന് സ്ട്രോക്ക് വരും. കാരണം ഇവൾ ഇപ്പോഴും ജീവനോടെ ഉണ്ടോ എന്നോർത്ത്. പക്ഷെ ഡോക്ടർ മയങ്ങി വീഴുന്നതിന് മുമ്പ് നടന്ന കാര്യങ്ങളെല്ലാം 911 വിളിച്ചു പറയും. ആംബുലൻസ് വീട്ടിലേക്ക് വരികയും ഡോക്ടർക്ക് അവിടെ നിന്ന് എടുത്തുകൊണ്ട് പോവുകയും ചെയ്യും. പിന്നീട് ഒലിവർ ഹീറോയിനോട് ചോദിക്കും നീ എൻ്റെ ഡാഡിയെ കൊന്നുവല്ലേ എന്ന്. ഇത് കേട്ട ഹീറോയിൻ പുള്ളി എന്നെ കൊല്ലാൻ നോക്കി, അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തതെന്ന് പറയും. ഒലിവർ ചോദിക്കും ആ ബോഡി എവിടെയുണ്ട്, നമുക്കത് കത്തിച്ച് കളയാമെന്ന്.
പിന്നീട് ഒലിവറും ഹീറോയിനും ഹെൻറിയുടെ ബോഡി എടുക്കുകയും അതുകൊണ്ട് കത്തിച്ച് കളയുകയും ചെയ്യും. ആ ഒരു ടൈമിലാണ് ഒലിവർ എലിസബത്തിന്റെ കാര്യങ്ങളെല്ലാം അവളോട് പറയുന്നത്. ഒലിവർ അവളോട് പറയും, നിന്നെപ്പോലെ 6 എലിസബത്തിനെ ഡാഡി ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിൽ 4 എണ്ണത്തെ ഡാഡി ഓൾറെഡി കൊന്നിട്ടുമുണ്ട്. ഇതെന്തിനാണ് ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല, പക്ഷെ ഡാഡി വലിയൊരു ഡോക്ടറാണെന്ന് മാത്രം എനിക്കറിയാമെന്ന് ഒലിവർ പറയും. ഇത് കേട്ട ഹീറോയിൻ അതിനെന്തിനാണ് എന്നെ ഉണ്ടാക്കുന്നതെന്ന് ചോദിക്കും. ഇത് കേട്ട ഒലിവർ പറയും, അതെനിക്കറിയില്ല, ചിലപ്പം നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ ഡോക്ടറിന് കഴിയുമായിരിക്കുമെന്ന്. ആ ഒരു ടൈമിലാണ് അങ്ങോട്ടേക്ക് ഡിറ്റക്റ്റീവ് വരുന്നത്. ഒലിവർ ഓൾറെഡി ഹീറോയിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നീ ഇവിടെ നടന്ന കാര്യങ്ങളൊന്നും പറയണ്ട, നീ ഹാപ്പിയാണെന്ന് മാത്രം ഡിറ്റക്റ്റീവിനോട് പറഞ്ഞാൽ മതിയെന്ന്. അങ്ങനെ ഡിറ്റക്റ്റീവ് വരുന്ന ടൈമിൽ ഹീറോയിൻ പുള്ളിയുമായി സംസാരിക്കും. അവൾ ഹാപ്പിയാണെന്നും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയും. ആ ടൈമിലാണ് ഒലിവർ പുറകിൽ നിന്ന് ഡിറ്റക്റ്റീവിനെ ഷൂട്ട് ചെയ്ത് കൊല്ലുന്നത്. ഡിറ്റക്റ്റീവ് ഇവിടെ നടന്നതൊന്നും അറിയണ്ട എന്നോർത്താണ് ഒലിവർ അങ്ങനെ ചെയ്തത്. പിന്നീട് ഹീറോയിനും ഒലിവറും കൂടി ഡിറ്റക്റ്റീവിൻ്റെ ബോഡിയും ഒളിപ്പിക്കും. പിന്നീട് ഒലിവർ ഹീറോയിനോട് പറയും, നീ ഇവിടുന്ന് ഉറപ്പായിട്ടും പുറത്തു പോകും, പക്ഷെ അതിനു മുമ്പ് നീ ഒരു ബുക്ക് വായിക്കണമെന്ന്. ഒലിവർ അവളെ റൂമിലേക്ക് കൊണ്ടുപോയ ശേഷം ഡോക്ടർ എഴുതിയൊരു ബുക്ക് അവൾക്ക് കൊടുക്കും. അത് കൊടുത്ത ശേഷം ഒലിവർ അത് വായിക്കാൻ പറഞ്ഞിട്ട് ആ റൂം അടച്ച ശേഷം അവിടുന്ന് പോകും. ഹീറോയിൻ കുറേ റൂം തുറക്കാൻ പറയും, പക്ഷേ ഒലിവർ അത് വായിക്കാൻ മാത്രം പറയും. അങ്ങനെ ഹീറോയിൻ റൂമിനകത്തിരുന്ന് ആ ബുക്ക് വായിക്കാനേ തുടങ്ങും. ആ ടൈമിലാണ് നമ്മളെ പഴയ കഥയൊക്കെ കാണിക്കുന്നത്. പണ്ട് ഹെൻറി എലിസബത്ത് എന്നൊരു പെണ്ണിനെ കല്യാണം കഴിച്ചുകൊണ്ട് വരും. അവളെ ഹെൻറിക്ക് അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു, പക്ഷെ അവൾക്ക് ന്യൂറോഡിപ്പ് എന്നൊരു ഡിസീസ് ഉണ്ടായിരുന്നു. അങ്ങനെ എലിസബത്ത് മരണപ്പെടും. പക്ഷെ മരണപ്പെടുന്നതിന് മുമ്പ് ഹെൻറി അവളുടെ കുറച്ച് DNA എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ആ DNA ഉപയോഗിച്ച് ഹെൻറി അവളുടെ 6 ക്ലോൺ ഉണ്ടാക്കും, അതായത് 6 കോപ്പി ഉണ്ടാക്കും. എലിസബത്ത് മരണപ്പെട്ടതിന് ശേഷം ഹെൻറി അവളുടെ ആദ്യത്തെ കോപ്പിയെ പുറത്തേക്ക് കൊണ്ടുവരും. പക്ഷെ പുറത്ത് കൊണ്ടുവരുന്നതിന് മുമ്പ് തന്നെ അത് ചേംബറിൽ വെച്ച് മരണപ്പെടും. തന്നെ കൊണ്ട് മാത്രം ഇത് തനിയെ ചെയ്യാൻ പറ്റില്ലെന്ന് പിടികിട്ടിയ ഹെൻറി ഡോക്ടറിനെയും കൂടെ കൂട്ടും. അങ്ങനെ ഡോക്ടറും ചേർന്ന് രണ്ടാമത്തെ എലിസബത്തിനെ പുറത്തേക്ക് കൊണ്ടുവരും. പക്ഷെ ആ എലിസബത്തിന് ന്യൂറോഡീപ്പ് ഡിസീസ് ഉണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ ആ എലിസബത്ത് മരണപ്പെടും. അങ്ങനെ ന്യൂറോഡീപ്പ് ഡിസീസ് ഇല്ലാത്ത എലിസബത്തിനെ പുറത്തു കൊണ്ടുവരാൻ വേണ്ടി കുറേ ട്രൈ ചെയ്യും. അങ്ങനെ കുറേ നാളുകൾക്ക് ശേഷം അത് നടക്കുകയും ചെയ്യും. അങ്ങനെ മൂന്നാമത്തെ എലിസബത്ത് പുറത്തേക്ക് വരും. പക്ഷേ ഈ എലിസബത്തിന് ഷോർട്ട് ടൈം മെമ്മറി ലോസ് ഉണ്ടായിരുന്നു. കാരണം ഇവള് 5 നിമിഷം കഴിയുമ്പം എല്ലാം മറന്നു പോകുമായിരുന്നു. പക്ഷേ ഇവൾക്ക് ന്യൂറോഡീപ്പ് ഇല്ലാത്തത് കൊണ്ട് തന്നെ ഹെൻറി ഇവളെ ജീവനോടെ വെക്കും. അങ്ങനെ ഒരിക്കലാണ് ഇവൾ ആ റൂമിലേക്ക് പോകുന്നത്. ആ റൂമിൽ ഇവൾ ആ ബോഡിയും കാണും. ഇത് കണ്ട അവൾ പേടിച്ച് അവിടെ നിന്ന് ഇറങ്ങി ഓടും. ഓടുന്നതോ ഡിറ്റക്റ്റീവിൻ്റെ അടുത്തേക്ക്. ഇവളെ ഡിറ്റക്റ്റീവിൻ്റെ അടുത്ത് ബോഡിയെക്കുറിച്ചും റൂമിൽ കണ്ട കാര്യങ്ങളുമെല്ലാം പറയും. ഇത് കേട്ട ഡിറ്റക്റ്റീവ് ഹെൻറിയുടെ വീട്ടിലേക്ക് അന്വേഷിക്കാനായി വരും. ഡിറ്റക്റ്റീവ് കാര്യങ്ങളെല്ലാം ഹെൻറിയോട് പറയും. പക്ഷേ ഹെൻറി അവൾക്ക് ഷോർട്ട് ടൈം മെമ്മറി ലോസ് ഉണ്ടെന്നും ഇങ്ങനെയുള്ള അസുഖമുണ്ടെന്നുമുള്ള കാര്യങ്ങളെല്ലാം പറയും. ഇത് കേട്ട ഡിറ്റക്റ്റീവ് അത് വിശ്വസിക്കുകയും ചെയ്യും. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വന്ന് ചെക്ക് ചെയ്യുമെന്നും ഡിറ്റക്റ്റീവ് പറയും. അങ്ങനെ ഇതൊക്കെ കഴിയുമ്പം മൂന്നാമത്തെ എലിസബത്ത് ശ്വാസം മുട്ടി മരണപ്പെടും. ഇതൊക്കെ ചെയ്തത് ഹെൻറി ആണ് എന്നൊരു ഡൗട്ട് ഡോക്ടറിനുണ്ടായിരുന്നു. പിന്നീട് ചെക്ക് ചെയ്യുമ്പോഴാണ് ഡോക്ടറിന് പിടികിട്ടുന്നത് ഈ എലിസബത്തിന് ന്യൂറോഡീപ്പ് ഉണ്ടായിരുന്നു എന്നത്. പക്ഷേ ഇവളെ ഉണ്ടാക്കിയപ്പോൾ ന്യൂറോഡീപ്പ് ഇല്ലായിരുന്നു. ഇടയ്ക്ക് വെച്ച് ഇവൾക്ക് ന്യൂറോഡീപ്പ് വന്നതാണ്. ഇങ്ങനെ വരാൻ ചാൻസ് ഇല്ലെന്ന് ഹെൻറി കുറേ പറയും. അങ്ങനെ ഈ ഒരു ടൈമിലാണ് ഹെൻറിയും ഡോക്ടറും തമ്മിൽ ഒരു റിലേഷനിലാകുന്നത്. പക്ഷെ അത്ര ഡീപ്പായ റിലേഷനൊന്നുമല്ലായിരുന്നു. ഹെൻറിക്ക് ഇപ്പോഴും ഇഷ്ടം എലിസബത്തിൻ്റെ തന്നെയായിരുന്നു. അങ്ങനെ പിന്നീട് രണ്ടുപേരും ചേർന്ന് 4ാമത്തെ എലിസബത്തിനെ പുറത്തേക്ക് കൊണ്ടുവരും. അപ്പം ഈ 4ാമത്തെ എലിസബത്തിനെയാണ് നമ്മൾ മൂവിയുടെ തുടക്കം കണ്ടത്. തുടക്കം കല്യാണം കഴിഞ്ഞതും ഡോറ് തുറക്കുന്നതും ഹെൻറി അവളെ അടിച്ച് കൊലപ്പെടുത്തുകയും ചെയ്ത എലിസബത്താണിത്. അങ്ങനെ ഇപ്പോൾ ഉള്ള എലിസബത്താണ് 5ാമത്തെ എലിസബത്ത്, ആ റൂമിൽ ബുക്ക് വായിക്കുന്ന എലിസബത്ത്, അതായത് നമ്മുടെ ഹീറോയിൻ. അങ്ങനെ ഹീറോയിൻ ഇതെല്ലാം പിടികിട്ടിയ ശേഷം ഒലിവർ ആ റൂമിലേക്ക് വരും. ഒലിവർ അവളോട് ചോദിക്കും, എന്നെപ്പറ്റി എന്തെങ്കിലും ആ ബുക്കിലുണ്ട് എന്ന്. പക്ഷേ ഇതുവരെ വായിച്ചതിൽ ഹീറോയിനൊന്നും കിട്ടിയില്ലായിരുന്നു. ഹീറോയിൻ ഒലിവറിനോട് ചോദിക്കും, നിന്റെ കണ്ണിൻ്റെ കാഴ്ച എങ്ങനെയാണ് പോയതെന്ന്. ഒലിവർ പറയും, 2ാമത്തെ എലിസബത്ത് കണ്ണ് തുറക്കുന്ന ടൈമിൽ ഇവന് കാഴ്ചയുണ്ടായിരുന്നു. പക്ഷേ കണ്ട ഉടൻ തന്നെ ഇവൻ എലിസബത്തിനെ പ്രേമിക്കാനേ തുടങ്ങി. അങ്ങനെ ഈ പ്രേമം ഒലിവർ ഹെൻറിയുടെ അടുത്ത് പോയി പറയും. പക്ഷേ ഇത് കേട്ട ഹെൻറിക്ക് നല്ല ദേഷ്യം വരും. ദേഷ്യം വന്ന ഹെൻറി ഒലിവറിനെ ഒരുപാട് അടിക്കും. ആ അടി കൊണ്ട കൂടെയാണ് ഒലിവറിന്റെ കണ്ണിന്റെ കാഴ്ച പോയതെന്ന് അവൻ ഹീറോയിനോട് പറയും. കാഴ്ച പോയത് കൊണ്ട് തന്നെ ഡോക്ടറിന്റെ ബുക്ക് ഒലിവറിന് വായിക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ടാണ് അവൻ ഇപ്പം എലിസബത്തിനെ കൊണ്ട് വായിപ്പിക്കുന്നത്. അങ്ങനെ ഒലിവർ റൂമെല്ലാം അടിച്ചു പോയതിനു ശേഷം ഹീറോയിൻ വീണ്ടും ബുക്ക് വായിക്കാനേ തുടങ്ങും. അങ്ങനെ ആ ബുക്ക് വായിക്കുന്ന ടൈമിലാണ് ഹീറോയിൻ അറിയുന്നത് ഹെൻറിയുടെ മകനല്ല ഒലിവർ എന്നുള്ളത്. ശരിക്കും നടന്നത് ഹെൻറി അവന്റെ തന്നെ DNA ഭാഗമെടുത്ത് ഒലിവറിനെ ഉണ്ടാക്കുകയായിരുന്നു. അതായത് ഈ ഒലിവറും ഹെൻറിയുടെ
ഹെൻറിയുടെ ക്ലോൺ തന്നെയായിരുന്നു. അതുകൊണ്ടാണ് ഹെൻറിക്ക് എലിസബത്തിനോടുള്ള അതേ ഇഷ്ടം ഒലിവറിനും തോന്നിയത്. അങ്ങനെ ഹീറോയിൻ ഈ കാര്യങ്ങളെല്ലാം ഒലിവറിനോട് പറയണമെന്ന് ഓർക്കും. പക്ഷെ ഒലിവർ വന്നത് 2 ദിവസം കഴിഞ്ഞായിരുന്നു. റൂമിലേക്ക് വന്ന ഒലിവറിന് ബോഡിയിൽ കുറെ മുറിവുകളും ഉണ്ടായിരുന്നു. കയ്യിൽ കത്രിക വെച്ച ഒലിവർ ഹീറോയിനോട് ചോദിക്കും എന്നെപ്പറ്റി ആ ബുക്കിൽ വല്ലതും ഉണ്ടോ എന്ന്. ഇത് കേട്ട ഹീറോയിൻ എല്ലാ കാര്യങ്ങളും പറയില്ല. അതായത് ഹെൻറിയുടെ ക്ലോണാണ് ഒലിവർ എന്നുള്ള കാര്യങ്ങളൊന്നും ഹീറോയിൻ പറയില്ല. അങ്ങനെ ഒന്നുമില്ലാത്തത് കൊണ്ട് ഒലിവർ നല്ല വിഷമത്തിലാകും. ഈ ടൈമിൽ ഹീറോയിൻ അവനെ പതിയെ അടുത്തേക്ക് വിളിക്കും. ഹീറോയിൻ അവനെ സെഡ്യൂസ് ചെയ്യാനായി നോക്കും. ആ ടൈമിൽ ഹീറോയിൻ പെട്ടെന്ന് അവനെ അടിച്ചിട്ട ശേഷം അവിടെ ഓടി പോകാനായി തുടങ്ങും. അപ്പോഴാണ് അങ്ങോട്ടേക്ക് എലിസബത്ത് 6 വരുന്നത്. അതായത് ഒലിവറിൽ 2 ദിവസം പോയത് 6ാമത്തെ എലിസബത്തിനെ കണ്ണ് തുറപ്പിക്കാനായിരുന്നു. അങ്ങനെ 6ാമത്തെ എലിസബത്ത് ഹീറോയിന് നേരെ തോക്ക് ചൂണ്ടി നിൽക്കും. ഹീറോയിൻ വെടിവെക്കലെന്നും കാര്യങ്ങളെല്ലാം പറയാമെന്നും അവളോട് പറയും. പക്ഷേ ഇതൊന്നും എലിസബത്ത് കേൾക്കില്ല. ആ ടൈമിൽ അവിടെ ഒലിവറും ഉണ്ടായിരുന്നു. ഹീറോയിൻ ഒലിവറിനെ എഴുന്നേപ്പിച്ച ശേഷം അവളുടെ മുമ്പിൽ നിർത്തും. ഇനി എന്നെ വെടിവെക്കലെന്ന് ഹീറോയിൻ പറയും. പക്ഷേ ഹീറോയിൻ പറയുന്നതൊന്നും കേൾക്കാതെ 6ാമത്തെ എലിസബത്ത് ഷൂട്ട് ചെയ്യും. ആ ബുള്ളറ്റ് ഒലിവറിനായിരുന്നു കൊണ്ടത്. പക്ഷേ അത് പവറുള്ള ഗണ്ണായതുകൊണ്ട് തന്നെ ബുള്ളറ്റ് ഹീറോയിനും കൊണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ബുള്ളറ്റ് കൊണ്ട ഹീറോയിൻ മരണപ്പെടാനായി തുടങ്ങും. പക്ഷെ മരണപ്പെടുന്നതിന് മുമ്പ് ആ ബുക്ക് എടുത്ത് വായിക്കണമെന്ന് ഹീറോയിൻ എലിസബത്തിനോട് പറയും. അങ്ങനെ ഇപ്പം ആകെയുള്ളത് 6ാമത്തെ എലിസബത്താണ്. അങ്ങനെ അവൾ ആ ഡോക്ടറിന്റെ ബുക്ക് എടുത്ത് വായിക്കും. വായിച്ച് അവൾക്ക് എല്ലാം പിടികിട്ടുകയും ചെയ്യും. അങ്ങനെ പിറ്റേ ദിവസം ഡോക്ടർ ആ വീട്ടിലേക്ക് വരും. അവിടെ 6ാമത്തെ എലിസബത്ത് ഉണ്ടായിരുന്നു. അവളുടെ കയ്യിൽ ആ ബുക്കും ഉണ്ടായിരുന്നു. അവൾ ആ ബുക്ക് ഡോക്ടറിന്റെ കയ്യിലേക്ക് തന്നെ കൊടുക്കും. ഇവൾക്ക് എല്ലാം പിടികിട്ടിയെന്നുള്ള കാര്യം ഡോക്ടറിന് പിടികിട്ടും. പക്ഷേ ഡോക്ടർ അവളെ തടയാൻ നിൽക്കില്ല. അങ്ങനെ 6ാമത്തെ എലിസബത്ത് ആ വീട്ടിൽ നിന്ന് പോകും. അങ്ങനെ അവൾ അവളുടെ ഇഷ്ടമുള്ള ലൈഫിലേക്ക് പൊക്കോട്ടെ എന്ന് ഡോക്ടറും ഓർക്കും. അങ്ങനെ ഇവിടം കൊണ്ട് ഈ മൂവിയും തീരും. ഇപ്പം ശരിക്കും ഇവിടെ എന്താ നടന്നതെന്ന് വെച്ചാൽ പടത്തിലെ ഹീറോ ആയ ഹെൻറി ഉണ്ടല്ലോ, അവൻ്റെ ഒരു സൈക്കോ ആണ്. അതായത് ഹെൻറിയുടെ വൈഫ് മരണപ്പെട്ടതിന് ശേഷം അവൻ്റെ ആദ്യത്തെ സെക്സിൻ്റെ അനുഭവം അവന് വേണമെന്ന് തോന്നും. അതുകൊണ്ടാണ് അവൻ ആ ക്ലോണുകളെ ഉണ്ടാക്കുന്നതും ഒറ്റ രാത്രി അവരുടെ കൂടെ കഴിഞ്ഞതിന് ശേഷം അവരെ കൊല്ലുന്നതും. ഇവരെ കൊലപ്പെടുത്താൻ വേണ്ടിയുള്ള കാരണം മാത്രമാണ് ആ റൂം. കാരണം ആ റൂമിലേക്ക് പോകല്ലെന്നും അവിടെ എന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞും ഇവർക്ക് ആകാംക്ഷ കൊടുക്കുന്നത് ഹെൻറി തന്നെയാണ്. ആകാംക്ഷ മൂലം ഇവരെല്ലാം ആ റൂമിലേക്ക് പോകുകയും ചെയ്യും. ആ റൂമിലേക്ക് പോയ എലിസബത്ത് എല്ലാം പിന്നീട് ഡിസ്റ്റർബ് ആകും. ആ ടൈമിലാണ് ഹെൻറി ഇവരെ കൊലപ്പെടുത്തുന്നതും. പക്ഷെ 5ാമത്തെ എലിസബത്ത് ഹെൻറിയെ തന്നെ കൊലപ്പെടുത്തി. അവൾ കാര്യങ്ങളെല്ലാം അറിഞ്ഞിട്ടുമുണ്ടായിരുന്നു. അപ്പം 6ാമത്തെ എലിസബത്ത് എങ്ങനെയാ വന്നത് എന്ന് വെച്ചാൽ ഒലിവറാണ് അതിന് കാരണം. 5ാമത്തെ എലിസബത്ത് എന്തായാലും തന്നെ പ്രേമിക്കില്ലെന്ന് ഒലിവറിന് പിടികിട്ടും. അതുകൊണ്ടാണ് ഒലിവർ 6ാമത്തെ എലിസബത്തിനെ കണ്ണു തുറപ്പിച്ചത്. പിന്നീട് അവൾ ജീവനോടെ പുറത്തു വരികയും ഒലിവറിനെയും 5ാമത്തെ എലിസബത്തിനെയും വെടിവെച്ച് കൊല്ലുകയും ചെയ്യും. അപ്പം ഇതൊക്കെയാണ് നമ്മുടെ ഈ മൂവിയിലെ കഥ.